വർഷം കൊണ്ട് തന്നെയാണ് ഇപ്പൊ മകളെ ഒരു ടീച്ചറായി, മകനെ പ്രൊഫസറായി കിട്ടി. അതെല്ലാം ഈ 30 വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്ന് കുളിച്ചിട്ടും തൊഴുതിട്ടും ഇവിടുത്തെ ചുറ്റുവിളക്ക് കഴിച്ചിട്ടും അങ്ങനെ. ശരിയാണ്. അപ്പൊ ഞാൻ ഇന്നിപ്പോ ഉള്ളത് ഇവിടെ തിരുവാഴിയോട്, പാലക്കാട് ജില്ലയില് പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടില് തിരുവാഴിയോട് എന്നുള്ള പറഞ്ഞ സ്ഥലത്താണ്. തിരുവാഴിയോട് നിന്ന് കുറച്ച് ഉള്ളിലേക്ക് പോന്നു കഴിഞ്ഞാൽ പകരാവൂര് കരിയറ്റ മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ട്. അപ്പൊ ഒരു മനോഹരമായിട്ടുള്ള ക്ഷേത്രം നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പൊ ഈ വീഡിയോ ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെയുള്ള ആളുകളോട് ചോദിക്കാം. അതിന്റെ കുറെ ചരിത്രവും ഐതിഹ്യവും ഒക്കെ ഉള്ള ഒരു ക്ഷേത്രമാണ്. അപ്പൊ ഇത് ഞാൻ ഫേസ്ബുക്കിലും യൂട്യൂബിലും അപ്ലോഡ് ചെയ്യും. ഫേസ്ബുക്കിൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ പേജ് ഫോളോ ചെയ്തിട്ട് വീഡിയോ കാണുക. അതുപോലെ യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അപ്പൊ മാക്സിമം ആളുകൾ നമ്മുടെ എല്ലാ അമ്പലങ്ങളും എല്ലാ ആളുകളിലേക്കും എത്തട്ടെ. അപ്പൊ മാക്സിമം ആളുകൾ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഇതാണ് പാലക്കാട് ജില്ലയിൽ പാലക്കാട് ചെർപ്പുളശ്ശേരി റൂട്ടിൽ തിരുവാഴിയോട് നിന്നും 2 കിലോമീറ്ററോളം ദൂരം യാത്ര ചെയ്താൽ കാണാവുന്ന പകരാവൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന കടിയാറ്റ മഹാവിഷ്ണു ക്ഷേത്രം. നെൽവയലുകളാലും വാഴത്തോപ്പുകളാലും ഹരിതാപ കലർന്ന ഗിരിശൃംഗങ്ങളുടെ സുരക്ഷിത വലയത്തിൽ സ്ഥിതി ചെയ്യുന്ന വിഷ്ണു ക്ഷേത്രം. അതെ, അതാണ് പൂക്കോട്ടുകാവ് പഞ്ചായത്തിൽ പകരാവൂരിൽ സ്ഥിതി ചെയ്യുന്ന കടിയാറ്റ ദേവസ്വം വിഷ്ണു ക്ഷേത്രം. ഇവിടെ പ്രതിഷ്ഠാകർമ്മം നിർവഹിക്കപ്പെട്ടത് 145ഓളം വർഷങ്ങൾക്ക് മുമ്പാണെന്ന് കരുതുന്നു. 13 വർഷത്തോളം ഗുരുവായൂർ ക്ഷേത്രത്തിൽ മേൽശാന്തിയായിരുന്ന കപ്പിയൂർ എന്നുകൂടി പേരുള്ള കുറിശാത്തമണ്ണ മനക്കൽ ബ്രഹ്മശ്രീ രാമൻ തിരുമേനി ഗുരുവായൂരിൽ നിന്നും കൊണ്ടുവന്നതാണ് ഇന്ന് കാണുന്ന ഭഗവത് വിഗ്രഹം. നാരായണത്തുഭ്രാന്തന്റെ അനന്തരാവകാശികളിൽ ഒരാളായ നാരായണമംഗലത്ത് മലയ ഭട്ടതിരിയുടെ സാന്നിധ്യത്തിൽ ഈക്കാട്ടുമന സ്വാമിയാരെ കൊണ്ട് പ്രതിഷ്ഠ നടത്തിച്ചതാണ് ശ്രീകോവിലിനകത്ത് കാണുന്ന ചാതുർബാഹു സ്വരൂപം. ശില്പചാതുരിയാലും രൂപഭംഗി കൊണ്ടും ആകാര സൗഷ്ഠവത്താലും ഗുരുഭവന പുരേശ വിഗ്രഹവുമായി സമാനതയുള്ള സ്വരൂപമാണത്രേ ഇത്. ഏകദേശം 75 വർഷങ്ങൾക്ക് മുമ്പ് വരെ വൈശാഖമാസത്തിലെ വെളുത്ത വാവിനാൽ വെച്ച് നമസ്കാരം ഒരു പ്രധാന വഴിപാടായി ഇവിടെ നടത്തി വന്നിരുന്നു എന്ന് പറയപ്പെടുന്നു. ഗുരുവായൂരപ്പന്റെ ചൈതന്യം ആവാഹിക്കപ്പെട്ട വിഗ്രഹമാണ് ദേവരുടെ രൂപം. ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭഗവാൻ നടത്തി തരുന്നുണ്ടെന്ന് ഭക്തർ അവകാശപ്പെടുന്നു. നമസ്കാരം. അപ്പൊ ഈ അമ്പലത്തിന്റെ കുറെ ചരിത്രങ്ങളും കാര്യങ്ങളും ഐതിഹ്യമൊക്കെ ഉള്ള ഒരു അമ്പലമാണെന്ന് അറിയാം. അപ്പൊ ഇതിന്റെ ഐതിഹ്യം ഒന്ന് ചുരുക്കത്തിലൊന്ന് പറയൂ ആളുകൾക്ക് വേണ്ടി. അറിയാവുന്നതൊക്കെ പറയാം. ഇത് ഏതാണ്ട് ഒരു 150 വർഷം മുൻപ് നമ്മുടെ ഈ കുറിശാത്തമനക്കിൽ കപ്പിയൂർ എന്ന പേരുള്ള, പഴയ പേര് കപ്പിയൂർ മന എന്നാണ്, പിന്നെ കുറിശാത്തമന എന്ന പേരിൽ അറിയപ്പെടുന്ന കപ്പിയൂർ മനക്കിലെ രാമൻ നമ്പൂതിരിപ്പാട് അദ്ദേഹം ഗുരുവായൂർ 13 വർഷം മേൽശാന്തിയായിരുന്നു. ആ മേൽശാന്തിയായി ചെയ്തതിനു ശേഷം പ്രായമായപ്പോ പിന്നെ അങ്ങോട്ട് പോകാനോ അവിടെ താമസിക്കാനോ ശാന്തി ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടായി വന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അവിടുന്ന് ഒരു ബിംബം, ഒരു വിഗ്രഹം ആവാഹിച്ച് അതേ രൂപത്തിൽ തന്നെ ആവാഹിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഇവിടെ ഈക്കാട്ടുമനക്കില്, ഇവിടെ പട്ടാമ്പിയടുത്തുള്ള ഈക്കാട്ടുമനക്കൽ തിരുമേനിയുടെ കാർമ്മികത്വത്തില് ഇവിടെ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം പിന്നെ ഇവിടെ പൂജ തുടങ്ങി. പിന്നെ കാലങ്ങളായിട്ട് അവരുടെ തലമുറക്കാരത് നടത്തിപ്പോന്നു. പിന്നെ ഇപ്പോ അടുത്ത കാലത്തായിട്ടാണ് ഒരു 10-30 വർഷം ആയി പൊതുജനങ്ങൾ ഇതിൽ ഇടപെട്ട് ഈ പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ, കാരണം അമ്പലങ്ങളൊക്കെ പൊതുവെ ഇടക്കാലത്ത് വെച്ചൊന്ന് പോയതാണ്. അപ്പൊ ആ കാലത്ത് ജനങ്ങളൊക്കെ പാടെ ഇടപെട്ട് ഏറ്റെടുത്ത് ഇവിടുത്തെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങി. അങ്ങനെ ക്ഷേത്രങ്ങളിൽ മൊത്തം എല്ലാ കാര്യങ്ങളും ഉടച്ചു വാർക്കുക എന്ന് പറയില്ലേ, ആ രീതിയില് മനക്കിലെ തന്നെയാണ്. ഇപ്പൊ അത് ദേവസ്വം ഏറ്റെടുത്ത് ട്രസ്റ്റി ബോർഡൊക്കെ ആയിട്ടുണ്ട്. ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങൾ എന്താ? ആഘോഷങ്ങൾ ഒന്ന് ഈ മുപ്പട്ട് വ്യാഴാഴ്ച, അതൊരു എല്ലാ പൊട്ടി വ്യാഴാഴ്ചയും പാൽപ്പായസം നിവേദ്യമൊക്കെ ആയിട്ട് ജനങ്ങൾ രാവിലെ വന്ന് പായസം നിവേദിക്കാൻ കൊടുക്കും. അത് കഴിഞ്ഞ് അങ്ങനെ ഒരു 10-50 ആൾക്കാരൊക്കെ നിവേദ്യങ്ങളുമായിട്ട് വരും. പിന്നെ ഇപ്പോൾ അത് ചീട്ടാക്കാൻ തുടങ്ങി. ഇവിടുന്നൊക്കെ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ചെയ്യണത്. പിന്നെ
അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഏറ്റവും വലിയ ആഘോഷം അഷ്ടമി രോഹിണി ആഘോഷം, മഹാവിഷ്ണുവിന്റെ ജന്മാഷ്ടമി ത്രിപുരയില്. അത് ഈ പറഞ്ഞ മാതിരി തുടക്കം ഞങ്ങളൊക്കെ ചെറുപ്പത്തില് വളരെ ചെറിയ തോതില് ഒരു എന്താ പറയണ്ട 2 ലിറ്റർ എണ്ണ കൊണ്ടുള്ള പരിപാടികളായിരുന്നു. അതിനുശേഷമാണ് പിന്നെ വളരെ വിപുലമായിട്ട് സദ്യയും അതുപോലെ ഉച്ചയ്ക്ക് ഭക്ഷണം, അത് പിന്നെ പൂജ, ഓട്ടംതുള്ളല്, മറ്റേ ചാക്യാർകൂത്ത് അങ്ങനെയൊക്കെ ആയിട്ട് പരിപാടികളൊക്കെ ആയിട്ട് നടത്താറുണ്ട്. അതിനൊക്കെ തുടർന്ന് പോരുന്നുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെയാണ് ഒരു ഏതാണ്ട് 8-9 കൊല്ലമായിട്ടുണ്ട് അത് സപ്താഹം തുടങ്ങി. സപ്താഹം തുടങ്ങി 7 ദിവസം നല്ല പരിപാടികളുമായിട്ട് നല്ല നല്ല രീതിയിൽ ആൾക്കാരും വരും. അതുപോലെ നല്ല നല്ല ഒരു ഇതായിരുന്നു, ആൾക്കാരുടെ ഒരു പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിനും തന്നെ എല്ലാം ഗുണം ചെയ്തു. ഈ അമ്പലത്തിൽ ഇത്രയും വലിയ വികസനമൊക്കെ നടത്താൻ പറ്റിയത് അതുകൊണ്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഈ ഇതുണ്ടല്ലോ എന്താ പറയുക, ചുറ്റുവിളക്ക് അത് സ്ഥാപിച്ചിട്ട് അതിനിപ്പോ പുതിയ ഒരു പ്രോഗ്രാം അനുസരിച്ച് വിളക്കുമാടം ഒന്നുകൂടി മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ പണി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതിന്റെ കളക്ഷനൊക്കെ ആയി വന്നിട്ടുണ്ട്. പിന്നെ ഈ പ്രതിഷ്ഠാ ദിനം മകരമാസത്തില് നടത്താറുണ്ട്. അതുപോലെ അന്ന് കഥകളി കൊണ്ടാവാറുണ്ട്. പിന്നെ ഈ എന്താ പറയാ വൈശാഖ മാസം, ആ മാസം മുഴുവൻ ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ട്. അതിനാൾക്കാര് അത് കഴിഞ്ഞാലും ഉണ്ടാവാറുണ്ട്. ഏറ്റവും വലിയ വഴിപാടുകൾ പാൽപ്പായസമാണ് പ്രധാനപ്പെട്ടത്. ചില അമ്പലങ്ങളിലുണ്ടല്ലോ നമ്മള് ഈ ചില വഴിപാടുകൾ പ്രാധാന്യം കൊടുക്കുമല്ലോ, ഇന്നത് കഴിച്ച എന്ന കാര്യം നടക്കുന്ന അങ്ങനെ ഏറ്റവും കൂടുതൽ നടക്കുന്ന വഴിപാട് പാൽപ്പായസം തന്നെ കാര്യമായിട്ടുള്ള. പിന്നെ ഈ ഇതുണ്ട് ബ്രഹ്മരക്ഷസിനൊക്കെ ഇവിടെ നിവേദിച്ചു കൊടുക്കും. പിന്നെ സർപ്പപൂജ, ആയില്യത്തിന് സർപ്പപൂജയുണ്ട്. അവിടെ ക്ഷേത്രം അതിന്റെ ഒക്കെ അതെ. മറ്റ് കാര്യങ്ങളൊക്കെ നിത്യപൂജകള് അതുപോലെ രാവിലെ എത്ര മണിക്കാണ് ക്ഷേത്രം തുറക്കുക? രാവിലെ ഒരു 7 മണിക്ക് തുറക്കും. പിന്നെ എത്ര മണി വരെ? ഒരു 9 മണി വരെ. 9 മണി വരെ. പൂജയ്ക്ക് വൈകുന്നേരം സ്ഥിരം വരുന്നുണ്ട്. രാവിലെ വൈകുന്നേരം പൂജയുണ്ട്. അതൊരു 6 സന്ധ്യയോട് കൂടി എത്തും. ഒരു മണിക്കൂർ ഉണ്ടാവും. ഇത് നമ്മള് ഈ പാലക്കാട് ഭാഗത്തുനിന്ന് വരുന്ന ആളുകൾ എവിടെയാണ് ബസ് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരേണ്ടത്? തിരുവാഴൂർ സെന്ററിൽ ഇറങ്ങിയിട്ട്, അല്ലെങ്കിൽ തിരുവാഴൂർ താഴെ എന്ന് പറഞ്ഞാലും താഴെ ഇറങ്ങിയാൽ പിന്നെ ഈ കനാലുമ്പക്കൂടെ വരിക വേണ്ടു. 1 കിലോമീറ്റർ തിരുവാഴൂർ 1 കിലോമീറ്റർ. പെരുന്നമണ്ണയിൽ നിന്ന് വരുമ്പോഴും നമുക്ക് ഇവിടെ പാലത്താണെങ്കിലും തന്നെ തിരുവാഴൂർ ഇറങ്ങിയിട്ട് അവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ. നമ്മള് റോഡിൽ ബോർഡ് എന്തെങ്കിലും ഉണ്ടോ? നമ്മളെ റോഡ് കയറുന്നവർക്ക് തിരുവാഴൂർ ഈ മെയിൻ റോഡിന്റെ അവിടെ ഉണ്ടല്ലേ? ബോർഡുണ്ട്. അപ്പൊ പിന്നെ അത് നോക്കിയിട്ട് നേരെ വന്നാ മതി. ചേച്ചി നമസ്കാരം. ഇത് ചേച്ചിന്ന് വിളിക്കുന്ന വെറുതെ കേട്ടോ, എന്താ വെച്ചാൽ ഇവിടുത്തെ ഞങ്ങളുടെ മെമ്പർ കൂടിയാണത്. അപ്പൊ മെമ്പർ മാത്രമല്ല, നമ്മളെല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ചേച്ചി ആണോ അമ്മയാണോ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ എല്ലാം ആണ്. അപ്പൊ നമ്മളിവിടെ വന്നപ്പോ യാദൃശ്യമായിട്ട് ഞങ്ങൾ അമ്പലത്തെ കണ്ടാണ്. എന്താ ചേച്ചി നിങ്ങളുടെ അമ്പലത്തെ കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളത്? ഞങ്ങളെ അമ്പലം പുരാതനമായിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളെ, ഞാൻ തന്നെ ഇവിടെ വന്നിട്ട് ഇപ്പൊ 40 വർഷം കഴിഞ്ഞു. ആ 40 വർഷത്തിൽ നിങ്ങളുടെ എല്ലാ മാസവും കൃത്യമായിട്ട് 30 വ്യാഴാഴ്ച അവിടെ കൊണ്ടാടാറുണ്ട്. എല്ലാവർക്കും ഇനി ഒരു മനക്കിക്കാരുടെ ആണെങ്കിലും പൊതുജനങ്ങൾക്ക് വേണ്ടി ഇവിടെയുള്ള ജനങ്ങളാണ്, ഇവിടുത്തെ ആളുകളാണ്, ഭക്തരാണ് ഇവിടുത്തെ മെയിൻ. അല്ലാണ്ട് ഇത് ഒരാളുടെ കീഴില് ജനങ്ങളുടെ സഹകരണം കൊണ്ട് ഈ അമ്പലത്തിന്, ചെറിയൊരു അമ്പലമായിരുന്നു അത് ഇത്രയും പുരോഗതി പ്രാപിച്ചിട്ടുള്ളത് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അത് പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഇവിടെ എല്ലാവർക്കും ഈ അമ്പലത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കും പ്രാർത്ഥിക്കും ചെയ്ത് എല്ലാവരും അത്യാവശ്യം നല്ലൊരു പുരോഗതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞാൽ ഞങ്ങളൊക്കെ ഏറ്റവും താഴത്തെ തട്ടിലുള്ള ഒരു ചെറുകിട കർഷക മാത്രമായിരുന്നു, കുടുംബം തന്നെയായിരുന്നു. ഇപ്പൊ എന്റെ ഭർത്താവ് തന്നെ ഇവിടെ വന്നിട്ട് കുളിച്ചിട്ട് ഇവിടെ കളിച്ചിരുന്ന വ്യക്തിയായിരുന്നു. അങ്ങനെ ആ നിലയില് ഇപ്പൊ ഇന്ന് മക്കള് അത്യാവശ്യം നല്ലൊരു ഉയർന്ന നിലയില് ഗുരുവായൂരപ്പന്റെ തീർച്ചയായിട്ടും ഗുരുവായൂരപ്പന്റെ കടാക്ഷം കൊണ്ട് തന്നെയാണ് ഇപ്പൊ മകളെ ഒരു ടീച്ചറായി, മകനെ ഒരു പ്രൊഫസറായി കിട്ടി. അതെല്ലാം ഈ 30 വ്യാഴാഴ്ചകളിൽ ഇവിടെ വന്ന് കുളിച്ചിട്ടും തൊഴുതിട്ടും ഇവിടുത്തെ ചുറ്റുവിളക്ക് കഴിച്ചിട്ടും അങ്ങനെ. ശരിക്കും ഇവിടെ നമ്മള് ഇവിടുത്തെ വഴിപാടുകളൊക്കെ ശരിക്കും കേട്ടിട്ടുണ്ട്. നല്ല ഇതില് ശരിയായ അതിന്റെ തോടുകൂടി ചെയ്യണ ഒരു വഴിപാടുകളാണ് ചുറ്റോട് കൂടിയിട്ട്. അതുകൊണ്ട് അത് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട്. ഇവിടുത്തെ എല്ലാ ആളുകളുടെയും പിന്നെ ഇവിടുത്തെ വന്നപ്പോ ഇവിടുത്തെ കൂട്ടായ്മ ഒരു ഭയങ്കര ജനങ്ങളുടെ ഒരു കൂട്ടായ്മ നല്ലൊരു എല്ലാ 30 വ്യാഴാഴ്ച ഇവിടെ ഭക്ഷണം നൈദ്യം പായസം എല്ലാവരും നല്ല പായസമാണ്. ഇനി അത് ടേസ്റ്റ് നോക്കിയാൽ അറിയാം. നല്ല സൂപ്പർ ആയിട്ടുള്ള പാൽപ്പായസം ഇവിടെ ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ എല്ലാ 30 വ്യാഴാഴ്ചയും വൈകുന്നേരത്തെ ചുറ്റുവിളക്ക് ഉണ്ടാവും.
അതേപോലെ വൈശാഖ മാസത്തിലെ എല്ലാ ദിവസങ്ങളും ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ട്. ഒറ്റ മാസം ചുറ്റുവിളക്ക് ഉണ്ടാവാറുണ്ട്. ഭക്തരുടെ വകയായിട്ട് അത് അങ്ങനെ ഉണ്ടാവാറുണ്ട്. അതിന്റെയൊക്കെ പ്രസാദം പറഞ്ഞാൽ ചുറ്റുവിളക്ക് ദിവസത്തെ പ്രസാദം പറഞ്ഞാൽ ഇവിടെ തന്നെ ഇല വെച്ചിട്ട് വൈകുന്നേരങ്ങളിൽ വരണം. എന്നാ ചുറ്റുവിളക്ക് വെച്ച് ഇതിലെല്ലാം ഇരുന്നിട്ട് ആളുകൾ ആ പായസം കഴിച്ചിട്ടാണ് പോവുക. വൈകുന്നേരം എല്ലാവരും ഇല വെച്ചിട്ട് ഇതിലെ ഇരുന്ന് കഴിച്ചു പോവും. അങ്ങനെയാണ് പതിവ്. അതേപോലെ തന്നെ ഇവിടെ പ്രകൃതി സൗന്ദര്യം ഭയങ്കരമാണ് അല്ലേ? ശരിക്കും വെച്ചാൽ നമ്മൾ ഈ ഉള്ളിലുള്ള ക്ഷേത്രങ്ങൾക്ക് പുറത്തേക്ക് എത്തുമ്പോ കുറെ ക്ഷേത്രങ്ങൾ 10-17 ക്ഷേത്രങ്ങൾ ചെയ്തു. അപ്പൊ ഇത് പുറത്ത് എത്തേണ്ട ഒരു ക്ഷേത്രം കൂടിയാണ്. കാരണം അത്രയും പ്രകൃതിയുടെ നടുവിൽ അല്ല ഒരു ഇതിലല്ല ഗ്രാമപ്രദേശത്താണ്. അതാണ് ഇതിന്റെ ഗ്രാമഭംഗി ശരിക്കും ആസ്വദിക്കാൻ കഴിയുന്ന ഒരു ക്ഷേത്രം. അത് ഇവിടെ 3 ക്ഷേത്രങ്ങളുണ്ട്. ഇതിന്റെ കുറച്ച് പിന്നില് ഒരു അയ്യപ്പന്റെ ക്ഷേത്രമുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ഇത് 3ഉം ഗ്രാമത്തിലെ പ്രകൃതി ഭംഗി ശരിക്കും ആസ്വദിക്കാനും ശരിക്കും എല്ലാം മുന്നോട്ട് കഴിയുന്ന ഒരു ക്ഷേത്രമാണ്. അല്ലാണ്ട് അമ്പലവും വെറുതെ പറയാനല്ല കേട്ടോ. എന്താ വെച്ചാൽ നമ്മളെ ഈ പാലക്കാട് ജില്ലയിൽ ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നു. അപ്പൊ ഇത് ഈ ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ക്ഷേത്രം ആയതുകൊണ്ടും ഇതിന്റെ പ്രകൃതി ഭംഗി ഭയങ്കരമാണ്. കാരണം ചുറ്റും കവുങ്ങും തെങ്ങും കാര്യങ്ങളും പാടവും അതിന്റെ നടുവിലാണ് ഈ ക്ഷേത്രം. അതിനൊരു പ്രത്യേക ഭംഗിയാണ്. നമ്മൾ ഈ പാടത്തിന്റെ നടുവിൽ പുഴയുടെ നടുവിൽ ഇതൊക്കെ കാണാൻ, അല്ലെങ്കിൽ മലയുടെ മുകളിലുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ കുറെ കാണിച്ചു തന്നെ മണ്ണാർക്കാടൊക്കെ. അപ്പൊ അതേമാതിരി ഗ്രാമത്തിന്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രമാണിത്. അപ്പൊ എന്തെങ്കിലും പാലക്കാട് ജില്ലയിൽ നിങ്ങളൊരു ടൂറിസ്റ്റ് ഇതിന് വരികയാണെങ്കിൽ പോലും നിങ്ങൾ ഈ ഇതിന്റെ വഴികളും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇവിടുത്തെ മാഷ് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ആ വഴിയിൽ കൃത്യമായിട്ട് ഞാൻ ഇതിന്റെ ലൊക്കേഷൻ മാപ്പ് വഴിയിലിടാം. അപ്പൊ ഇവിടെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ വന്നൊന്ന് സന്ദർശിക്കുക. രാവിലെയും വൈകുന്നേരത്തുമാണ് കേട്ടോ ഈ ക്ഷേത്രം ഉള്ളത്. അപ്പൊ വല്ലാത്തപ്പോ വന്നത് അടച്ചിട്ടുണ്ടാവും. രാവിലെയും വൈകുന്നേരത്തും ഈ ക്ഷേത്രം തുറന്നിട്ടുണ്ടാവും. ഇവിടെ നിത്യപൂജ ഉണ്ട്, 2 നേരം നിത്യപൂജ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മാക്സിമം ആളുകൾ ഈ സ്ഥലം ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് കാണാൻ ശ്രമിക്കുക. അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. ഇപ്പൊ വീഡിയോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്രയും മനോഹരമായിട്ടുള്ള ക്ഷേത്രമാണ്. അത് ശരിക്കും സന്ദർശിക്കുകയാണെങ്കിൽ വൈശാഖ മാസത്തിൽ വൈകുന്നേരങ്ങളിൽ വരണം. 5 മണിക്ക് ശേഷം ഈ പായസം ഇവിടെ ജനങ്ങളെ. പിന്നെ ഇവിടെ മകരമാസത്തിലെ മകീരനാളിലാണ് ഇവിടെ പ്രതിഷ്ഠാദിനാണ്. നല്ല പരിപാടികൾ ഉണ്ടാവാറുണ്ട്. അഷ്ടമിരോഹിണിക്ക് ഉണ്ടാവാറുണ്ട്. പിന്നെ ഇവിടെ സപ്താഹം വായന നടത്താറുണ്ട്. അങ്ങനെയൊക്കെ പൊതുജനങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ്മയാണ്. എന്തായാലും പുറത്തുനിന്ന് കണ്ടമാനം ആളുകൾ വരട്ടെ. ഒന്നും കൂടി പ്രശസ്തമാവട്ടെ. പിന്നെ വേണം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടത്താനുണ്ട്. അതെല്ലാം നടത്താൻ